സുഹൃത്തുക്കളെ, മുംബൈയിലെ ലോക്കൽ ട്രെയിനിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുംബൈയിലെ വലിയ ട്രാഫിക്കിൽ പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഈ ലോക്കൽ ട്രെയിൻ, അതുപോലെ തന്നെ മെട്രോ ട്രെയിൻ. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ ലോക്കലും മെട്രോയിലും യാത്ര ചെയ്തവരുണ്ടാവും, അതേപോലെ തന്നെ യാത്ര ചെയ്തിട്ട് വഴി തെറ്റിയവരും, അതേപോലെ തന്നെ യാത്ര ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ നമുക്കൊരാൾ വഴി പറഞ്ഞു തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരുപാട് ഭാഗത്തു കൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ ട്രെയിൻ പോകുന്നത്. അപ്പോൾ അവർ പറയുന്നത് കറക്റ്റ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്തായിട്ടും വഴി തെറ്റും. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണത്. അപ്പോൾ നമുക്ക് ഒരാളുടെ സഹായമില്ലാതെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എങ്ങനെയാണ് കറക്റ്റ് ആ സ്ഥലത്ത് എത്തുന്നത്, നമുക്കൊരു മാപ്പ് നോക്കി അതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ട്രെയിനിൻ്റെ സമയവും വഴിയും ഈസി ആയിട്ട് കണ്ടെത്തിയിട്ട് വഴി തെറ്റാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കരുത്. ഈ കാണുന്നതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ. ഇൻഡിക്കേറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ ഞാനിവിടെ ഓൾറെഡി ഇൻഡിക്കേറ്റർ എന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടില്ലേ, ഈ ഒരു കാണുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതുകൊണ്ട് ഇവിടെ ഓപ്പൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്നതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുക. ഓപ്പൺ ആക്കി എടുത്തതിന് ശേഷം ഇതിൽ കാണിക്കുന്നത് കണ്ടില്ലേ, ലോക്കൽ, ബസ്, എക്സ്പ്രസ്, MSRTC, അതേപോലെ തന്നെ മോണോ, മെട്രോ, അതേപോലെ തന്നെ ക്യാബ്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ താഴെ മാപ്പ് എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ട്രെയിനുകളുടെ റൂട്ട് മാപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ് പോവേണ്ടത് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് പോവേണ്ട സ്ഥലം നമ്മൾ എന്ത് ചെയ്യുക, ഈ മാപ്പ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് പോവേണ്ട സ്ഥലം ഇത് നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാണാം. ഓരോ സ്ഥലങ്ങളിൽ പേര് ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ചർച്ച് ഗേറ്റ്, മറൈൻ ലൈൻസ്, അതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ദാദർ, ബാന്ദ്ര, അന്തേരി. പോവേണ്ട സ്ഥലം മെയിൻ ജംഗ്ഷൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് ബോൾഡായിട്ട് കാണിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ ഇതിൽ കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകണം എങ്കിൽ ഇതിലേതെങ്കിലും ഒരു ചെറിയ സ്ഥലമാണെങ്കിൽ ആ ചെറിയ സ്ഥലത്ത് നിന്ന് ഒരു പക്ഷേ എല്ലാ ഭാഗത്തേക്കും ട്രെയിൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലോക്കൽ ട്രെയിൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരുവിധം ഭാഗത്തേക്കൊക്കെ മെയിൻ ജംഗ്ഷനിലേക്കൊക്കെ ഈ ട്രെയിനുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് പോകേണ്ടതെന്ന് വിചാരിക്കാം, ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ലോക്കൽ സ്റ്റേഷൻ ഏതാണ് നോക്കുക. ഈ ഭാഗത്ത് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് ബസ്സിന് പോവുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോക്ക് പോകാൻ പറ്റും. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ചെല്ലുന്ന സമയത്ത് മുംബൈയിൽ ആദ്യം എൻ്റർ ചെയ്യുന്നത് പനവേൽ ജംഗ്ഷനാണ്. ഇതിനു മുമ്പ് കുറേ ജംഗ്ഷൻസ് ഉണ്ട്. ഇന്ത്യൻ റെയിലിൻ്റെ വഴിയാണ് ഈ കാണിക്കുന്നത്, ബ്ലൂ കളർ. അപ്പോൾ നമ്മൾ പനവേൽ ജംഗ്ഷനിൽ നമ്മൾ ഇറങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂവിന് പോകണം. അപ്പോൾ നമുക്ക് പോവേണ്ടത് ചർച്ച് ഗേറ്റിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഒക്കെ അടുത്ത് ആണ് പോവേണ്ടത് എന്ന് വിചാരിക്കാം. മറൈൻ ഡ്രൈവും ചർച്ച് ഗേറ്റും ഒക്കെ കിടക്കുന്നത് ഈ ഭാഗത്താണ്. കണ്ടില്ലേ, മറൈൻ ലൈൻസ്, ഈ പനവേൽ ജംഗ്ഷൻ. ഇവിടുത്തെ ഈ ഒരു ലോക്കൽ ട്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ അതുപോലെ തന്നെ മെട്രോ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇന്ത്യൻ റെയിലിൻ്റെ മാപ്പ് റൂട്ടാണ് ഈ കാണിക്കുന്ന ബ്ലൂ കളർ. ഈ പനവേൽ ജംഗ്ഷനിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോക്കലിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെയാണ് മെട്രോൻ്റെ പ്ലാറ്റ്ഫോമുകളിലേക്കും. ഓരോ ജംഗ്ഷനിൽ നിന്നും മെട്രോ ഏത് ഭാഗത്ത് വെച്ചിട്ടാണോ മെട്രോ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഭാഗത്ത് യെല്ലോ കളർ കാണുന്നതാണ് മെട്രോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെട്രോ ചില ഭാഗത്തു കൂടെ ഉള്ളൂ മെട്രോ, എല്ലാ ഭാഗത്തു കൂടെ മെട്രോ അല്ല. അതേപോലെ തന്നെ എല്ലാ ഭാഗത്തു കൂടെ ഇനി ലോക്കലും ഇല്ല. അതേപോലെ തന്നെ എല്ലാ ഭാഗത്തു കൂടെ ഇനിയും നമ്മുടെ ഇന്ത്യൻ റെയിലും പാസ് ചെയ്യില്ല. അപ്പോൾ ഏത് ഭാഗത്തു കൂടെ ഇനി ഏത് വണ്ടിയാണോ പാസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ആ മെട്രോ ആണെങ്കിൽ മെട്രോയിൽ കയറി പോവുക. അല്ലെങ്കിൽ ഇനി ലോക്കൽ പോകുന്ന ഭാഗത്ത്, ലോക്കൽ അധികം 90% ഭാഗത്തു കൂടെ ലോക്കൽ പോകുന്നുണ്ട്. ലോക്കലിൽ കയറിയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയും ഒരുപാട് റൂട്ടും ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻ ആകുമെന്ന് പറഞ്ഞത്. കാരണം ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരാൾ വഴി പറഞ്ഞു തന്നു. ഒരാളോട് നമ്മൾ വഴി ചോദിച്ചു, എനിക്ക് മറൈൻ ഡ്രൈവിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ അവർ പറഞ്ഞു നേരെ മറൈൻ ലൈൻസിലേക്ക് വിട്ടോന്ന് പറയും, അല്ലെങ്കിൽ മറൈൻ ലൈൻസിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിക്കോളാൻ പറയും. അപ്പോൾ നമ്മൾ ഈ പനവേലിൽ നിന്ന് നമ്മൾ മറൈൻ ലൈൻസിന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറൈൻ ലൈൻസിലേക്കുള്ള വണ്ടി കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡയറക്റ്റ് കിട്ടുന്ന വണ്ടി ഒരു പക്ഷേ വളരെ ചുരുക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 1/4 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്താൻ പറ്റും മറൈൻ ലൈൻസിലേക്ക്. ആ സമയം ചിലപ്പോൾ 2, 3, 4, 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളർ പോകുന്ന കണ്ടില്ലേ, ഈ പനവേൽ ജംഗ്ഷനിൽ നിന്ന് ഈ ഗ്രീൻ കളർ ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ വരാൻ പറ്റും. കണ്ടില്ലേ, ഈ ഭാഗം ഇതുവരെ അല്ല, ഇതിങ്ങനെ ശിവാജി ടെർമിനൽ വരെ പോകും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ശിവാജി ടെർമിനലിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമുക്ക് വരാൻ പറ്റില്ല. ഇത് ഒരുപാട് ദൂരമാണ് കേട്ടോ, ലൈൻ അടുത്താണെന്നുള്ളൂ. ഇത് ഒരുപാട് ദൂരെയാണ് കിടക്കുന്നത്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നേരെ വരുന്നതാണ് ഈ കുർള ജംഗ്ഷൻ. കുർള ജംഗ്ഷനിൽ എന്ത് ചെയ്യാം, നമ്മൾ ലോക്കലിൽ കുർള ജംഗ്ഷൻ വരിക. നേരെ ഈ ഭാഗം കണ്ടില്ലേ, ഗ്രീനും റെഡും കണ്ടില്ലേ, എല്ലാവർക്കും പറ്റുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തും പ്ലാറ്റ്ഫോം 1, 2, 3 ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെ വലത്തെ ഭാഗത്ത് പോയി കഴിഞ്ഞാലും 1, 2, 3 ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പനവേലിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി എന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മളോട് ഒരാൾ പറഞ്ഞു നമുക്ക് അടുത്ത് പോവേണ്ടത് ഏത് ഭാഗത്തേക്കാണെങ്കിലും നമ്മൾ ആ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും 3ാമത്തെ അല്ലെങ്കിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി നിന്നോ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ കയറി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 1ാമത്തെ പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. നമ്മൾ ആദ്യം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1ാമത്തെ പ്ലാറ്റ്ഫോം കാണുക ഇവിടുത്തെയാണ്, ഗ്രീനത്തെ പ്ലാറ്റ്ഫോമാണ് കാണുക. ഗ്രീനത്തെ പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കരുത്. കാരണം ഈ ഗ്രീനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ റിട്ടേൺ പനവേലിക്കായിരിക്കും, അല്ലെങ്കിൽ നേരെ ശിവാജി ടെർമിനലിലേക്ക് പോകുന്ന ട്രെയിനായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് അടുത്തത് പോകേണ്ടത് ഇപ്പുറത്ത് കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ബ്രിഡ്ജ് കയറിയിട്ട് നേരെ മുന്നോട്ട് നടന്നിട്ട് അടുത്ത ടെർമിനലിൽ പോയി ഇറങ്ങുക. ലാസ്റ്റിലെത്തിയിട്ടുള്ള 1, 2 പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതിന് ശേഷം വേണം നമുക്ക് പോകാൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വന്ന വഴിക്ക് തന്നെ റിട്ടേൺ പോകും. ഗ്രീൻ ലൈനിലൂടെയാണ് നമ്മൾ വന്നതെങ്കിൽ റെഡ് ലൈന് ഈസ്റ്റിലാണ് വന്നിറങ്ങിയെങ്കിൽ വെസ്റ്റ് സൈഡിലേക്ക് പോയി നിൽക്കുക. വെസ്റ്റിലാണെങ്കിൽ ഈസ്റ്റിൽ പോയി പ്ലാറ്റ്ഫോം നമ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കുർളയിലെത്തി. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പനവേലിൽ കുർളയിലേക്ക് വന്ന പോലെ തന്നെ കുർളയിൽ നിന്നും ദാദറിലേക്ക് കയറുക. ഈ ജംഗ്ഷൻ കണ്ടില്ലേ, അടുത്ത ജംഗ്ഷൻ കുർളയിൽ നിന്ന് എന്ത് ചെയ്യുക, നേരെ ദാദറിലേക്ക് കയറുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇറങ്ങിയ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ നിന്ന് മുകളിലേക്ക് കയറി കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുക. അപ്പോൾ നമ്മൾ ഈ സൈഡിലെത്തും. ഈ ദാദറിലൊക്കെ ഉള്ള, ദാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജംഗ്ഷനാണ്. അപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ്, അതേപോലെ തന്നെ ബാന്ദ്രയിലൊക്കെ ഉള്ളത് ഒരുപാട് കണക്ഷൻസ് ആണ്. നമ്മൾ ആ മുകളിൽ കയറി കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും. കുർളയിൽ നിന്ന് എന്ത് ചെയ്യുക, ദാദറിലേക്ക് വരിക. ദാദറിൽ എന്ത് ചെയ്യുക, ചർച്ച് ഗേറ്റ് ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കയറുക. അപ്പോൾ നമുക്ക് മറൈൻ ലൈൻസിൽ ഇറങ്ങാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം കിടക്കുന്നത്. നമുക്കിപ്പോൾ ഈ ചർച്ച് ഗേറ്റ് നമുക്ക് നേരെ പോകേണ്ടത് ഈ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ഒറ്റ ട്രെയിനിൽ കയറി നേരെ സ്ട്രൈറ്റ് പോകാൻ പറ്റും. ശിവാജി ടെർമിനലിൽ നിന്ന് താനെ പോകണം. അപ്പോൾ താനെ കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പോകാൻ പറ്റും. അതേപോലെ തന്നെ കല്യാൺ ജംഗ്ഷനിലേക്കാണെങ്കിൽ കല്യാൺ ജംഗ്ഷൻ ഇവിടെയാണ് കിടക്കുന്നത്, നേരെ കല്യാണിലേക്ക് പോകാൻ പറ്റും. ഇനി അല്ലാത്ത റൂട്ടുകളാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണക്ട് ചെയ്ത് പോകണം. നമ്മൾ ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പോയവർക്കറിയാം, നമ്മൾ ആ ജംഗ്ഷനിൽ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പേര് ഓടി സ്റ്റെപ്പിലൂടെ ഒന്നും കയറി പോകാനോ അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കറക്റ്റ് നമ്പർ അറിയാം. ഓരോ 3-4 മിനിറ്റ് കൂടുമ്പോൾ ഓരോ ട്രെയിനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓടേണ്ട ഒരു കാര്യമില്ല. കാരണം അത്രയും ട്രെയിന് ഓരോ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ട്രെയിൻ കിട്ടാതെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവർ ഓടുന്നത് കണ്ടിട്ട് നമ്മൾ ഓടാൻ നിൽക്കാതിരിക്കുക. അതേപോലെ തന്നെ ട്രെയിനിൽ നിന്ന് നമ്മൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പുറത്ത് വലിയ തിരക്കുണ്ടാവും, നമ്മളെ ഇടിച്ച് കയറ്റി അവർ അകത്തേക്ക് കയറും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ സാധാ ട്രെയിനിൽ ചെയ്യുന്ന പോലെ ഒരിക്കലും അവിടെ ചെയ്യാൻ പറ്റില്ല, അത്രക്കും തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ഈ അന്തേരി അതേപോലെ തന്നെ ബാന്ദ്രയൊക്കെ ഭാഗത്ത് വളരെ ഈസിയാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതറിയാത്ത ഒരാളാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. എന്നിട്ട് എന്ത് ചെയ്യും, ടാക്സി വിളിച്ച് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഓട്ടോക്കോ ബസ്സിനോ പോവും. എന്നിട്ട് അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 3-4 മണിക്കൂർ കൊണ്ടൊക്കെയാണ് ബസ്സിലെത്തുക. ബസ്സിൽ അത്രയും സമയം ഉണ്ടാവും, പക്ഷേ ഏതെങ്കിലും ഒരു ട്രാഫിക്കിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടക്കേണ്ടി വരും. അത്രയും ട്രാഫിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യാത്ര ചെയ്യാൻ പറ്റും. ഇതിൽ ഇവിടെ കണ്ടില്ലേ, ഈ മുകളിൽ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലൈനിൻ്റെയും കളർ കാണിച്ചിട്ടുണ്ട്. ലോക്കൽ വരുന്ന ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഇത് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത്, ഇപ്പോൾ നമുക്ക് മാപ്പിൽ ഇത് നമ്മൾ കണ്ടു, പക്ഷെ നമുക്ക് എപ്പോഴാണ് ട്രെയിൻ വരുന്നത്, ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കാണിച്ചു തന്നില്ലേ, ബാക്കിൽ വരിക. ഞാൻ ഈ മാപ്പ് ആദ്യം തന്നെ കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പരിചയമില്ലാത്ത ആളുകൾക്ക് ഇവിടുത്തെ റൂട്ട് എങ്ങനെയാണ്, സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ ഇത് സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാനതാണ് ആദ്യം തന്നെ ഈ മാപ്പ് കാണിച്ചു തന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ സമയം നോക്കാനായിട്ട് ഈ ലോക്കൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ലോക്കലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല UR@ എന്നുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പനവേൽ ജംഗ്ഷനിൽ നമ്മളെ സാധാ ട്രെയിനിൽ വന്ന് ഇറങ്ങിയെന്ന് വിചാരിക്കാം. പനവേൽ അടിച്ചു കൊടുക്കുക. അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് പോവേണ്ടത് എന്നുള്ളത് ഈ ഡെസ്റ്റിനേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ബന്ദ്ര അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ കണ്ടില്ല സെലക്ട് സ്റ്റേഷൻ എന്നുള്ളതിൻ്റെ പുറത്തൊരു സെർച്ച് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പോവേണ്ടത് ഇപ്പോൾ മറൈൻ ഡ്രൈവിലേക്കാണെങ്കിൽ മറൈൻ ലൈൻസിൽ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനവേലിൽ നിന്ന് കുർള വരണം, കുർളയിൽ നിന്ന് ദാദർ വരണം, ദാദറിൽ നിന്ന് മറൈൻ ലൈൻസിലേക്ക് കയറണം. ഇത് കണക്ട് ചെയ്ത് നമ്മൾ കയറണം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇവർ ഇതിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഓരോ ട്രെയിനിൻ്റെയും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള സമയം മുതലുള്ള ട്രെയിനുകൾ കാണിച്ചു തരും, കണക്ട് ചെയ്ത് പോകാനുള്ളത്. പക്ഷേ
നമ്മൾ എന്ത് ചെയ്യുക, ഈ ട്രെയിനിൽ കയറിയിട്ട് കുർളയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഓടി കയറാൻ അല്ലെങ്കിൽ അടുത്ത ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്താൻ ചിലപ്പോൾ ഒരു പക്ഷേ സമയം കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങനെ ഇത് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പോവാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ നേരത്തെ റൂട്ട് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം തന്നെ പനവേലിൽ നിന്ന് കുർളയിലേക്കുള്ള റൂട്ട് നോക്കുക, ട്രെയിൻ നോക്കുക, ഏത് നമ്പറാണോ ഏതാണോ പോകുന്നതെങ്കിൽ അതിൽ കയറുക. അതിനുശേഷം കുർളയിൽ ഇറങ്ങിയതിന് ശേഷം സാവധാനം കുർളയിൽ നിന്ന് ദാദറിലേക്കുള്ളത് സെർച്ച് ചെയ്യുക. ദാദറിൽ ഇറങ്ങിയതിന് ശേഷം സാവധാനം മറൈൻ ലൈനിലേക്ക് ഉള്ളത് സെർച്ച് ചെയ്യുക. കാരണം അവർ കാണിക്കുന്ന നമ്പർ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഓടി പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ഓടി മുകളിൽ ബ്രിഡ്ജ് കയറി നമ്മൾ അടുത്തതിൽ ഓടി കയറേണ്ടി വരും. അതിന് നമുക്ക് കഴിയില്ല, പരിചയമില്ലാത്തവർ അതിന് നിൽക്കരുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സാവധാനം ചെയ്യുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് പനവേലിൽ നിന്ന് കുർളയിലേക്ക് സെർച്ച് ചെയ്യുക. ഡെസ്റ്റിനേഷൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, കുർളയിലേക്ക് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ കുർള എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, പനവേൽ കുർള. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലേതിലെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പനവേലിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഓരോ ട്രെയിനാണ്. ഇപ്പം ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 4:57 ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട് 4:57. അപ്പോൾ 4:57 കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ അന്തേരിയിലേക്ക് പോകുന്ന ട്രെയിൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ കുർള കണക്ട് ചെയ്തിട്ടായിരിക്കും പോവുക. പിന്നെ കണ്ടില്ലേ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് കണ്ടില്ലേ, ഒരു ഗ്രീൻ കളർ. ഇപ്പം നമ്മളിപ്പോൾ 4:58 സമയം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് ട്രെയിൻ കാണിക്കുന്നുണ്ടല്ലേ, 5 മണിക്ക് ട്രെയിൻ കാണിക്കുന്നുണ്ട്. ഈ ട്രെയിൻ എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ ഇവിടെ കാണിക്കുന്നില്ല. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ലോക്ക്ഡൗൺ ആയിട്ടുള്ള സമയത്താണ്, അത് കാരണമായിരിക്കും ഇത് കാണിക്കാത്തത്. ഇപ്പോൾ എന്തായാലും ട്രെയിനുകൾ ഉണ്ടാവില്ല. അപ്പോൾ ട്രെയിനിൻ്റെ സമയം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിനിൽ നമ്മൾ കയറുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഗ്രീൻ കളർ തന്നെയാണ് കാണിക്കുന്നത്. ഇതെന്തായാലും കുർളയിൽ സ്റ്റോപ്പ് ഉണ്ടാവും. കണ്ടില്ലേ, കുർള ഗ്രീൻ കാണിക്കുന്നുണ്ട്. 5:56 കുർളയിലെത്തും. ഇതിലേതാണെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ ചിലതിൽ എന്ത് ചെയ്യും, ഇവിടെ റെഡ് കാണിക്കും. ഇതേപോലെ ഗ്രീൻ അല്ലാത്ത കളറിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ക്ലിക്ക് ചെയ്തിട്ട് ആ ട്രെയിനിൽ കയറരുത്. ഇവിടെ ട്രെയിൻ നമ്പർ കാണിക്കുന്നുണ്ടല്ലേ, ട്രെയിൻ നമ്പർ ഇവിടെ കാണിക്കും. ഇത് ട്രെയിനിൻ്റെ ഫ്രണ്ടിലുണ്ടാവും നമ്പർ. ഈ നമ്പർ മാത്രം നമ്മൾ നോക്കിയാൽ മതി. പനവേലിൽ നിന്ന് ഒരു പക്ഷേ ചിലപ്പോൾ കണ്ടില്ലേ, ഇതന്നെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊന്നും ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല. ഈ ഗ്രീൻ കളർ കാണിക്കുന്ന ഭാഗത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതേപോലെ തന്നെ സെർച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുർളയിലെത്തിക്കഴിഞ്ഞാൽ കുർള ടു ദാദർ നമ്മൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത ട്രെയിനിൽ കയറിയിട്ട് ദാദറിൽ പോയി ഇറങ്ങുക. എന്നിട്ട് ദാദറിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മറൈൻ ലൈൻസിലേക്കുള്ള ട്രെയിൻ സെർച്ച് ചെയ്യുക. ഫാസ്റ്റായിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ട്രെയിൻ സെർച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ ബസ്സിൻ്റെ കാണിക്കുന്നുണ്ട്, എക്സ്പ്രസിൻ്റെ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ RTC ബസ് കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മോണോ മെട്രോ. ഇപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മാപ്പിൽ നമ്മൾ ഒരു ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് അടുത്തത് ലോക്കലില്ല, ആ ഭാഗത്തു നിന്ന് മെട്രോ ആണ് പോകുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ മെട്രോ സെലക്ട് ചെയ്തിട്ട് മെട്രോയിൽ കയറി പോവുക. ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് മെട്രോ ഉള്ളെങ്കിൽ ഈ ഭാഗത്തു നിന്ന് കണ്ടില്ല, ഇതിലെ മെട്രോ ഉള്ളു പോകുന്നത്, മെട്രോയിൽ കയറി ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. മുംബൈ നഗരത്തിലെ ഫുൾ മാപ്പാണ് ഈ കാണിക്കുന്നത്. ഇതിലെല്ലാ സ്ഥലവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്കൊരാൾ ഇൻ്റർവ്യൂ അഡ്രസ്സ് അല്ലെങ്കിൽ ഒരാളെ വീട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അഡ്രസ്സ് വിട്ടുതന്നു കഴിഞ്ഞാൽ, അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അതിൻ്റെ അടുത്തുള്ള ലോക്കൽ സ്റ്റേഷൻ ഏതാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മുംബൈ അല്ലെങ്കിൽ ഡൽഹിയിലത്തെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമ്മൾ കാണും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നിർബന്ധമായിട്ടും അവർ പറയും. ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്ഥലമൊക്കെ കാണുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല. സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോക്കോ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ ഇതിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, ട്രെയിനിൽ ഇറങ്ങുന്ന സമയത്തും കയറുന്ന സമയത്തും പരിചയമില്ലാത്തവർ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പുറത്ത് ട്രെയിൻ വരുന്ന സ്ഥലത്ത് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരിക്കലും സെൽഫി എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തരുത്. നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ട്രെയിനിൻ്റെ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇടിച്ച് കയറും ആൾക്കാർ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം കുറച്ച് സേഫ്റ്റി കാര്യങ്ങളാണത്, നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട, പരിചയമില്ലാത്തവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, നമുക്ക് പോകേണ്ട സ്ഥലം മാപ്പിൽ നോക്കുക, സ്ഥലം സെർച്ച് ചെയ്യുക, ട്രെയിൻ നമ്പർ നോക്കിയിട്ട് നമുക്ക് കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്.